ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇതെല്ലാം BLOമാരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. വീട്ടു നമ്പർ പോലും ഇല്ല, സീരിയൽ നമ്പർ മാത്രമാണ് പലർക്കുള്ളത്. വീടിൻ്റെ നമ്പർ പോലും ഇല്ലാത്ത വീടുകളിലാണ്, വീട്ടിൻ്റെ നമ്പർ പോലും പ്രദർശിപ്പിക്കാത്ത, വോട്ടർ പട്ടികയിൽ പ്രദർശിപ്പിക്കാതെയാണ് ഇവരെയെല്ലാം ഓരോ വീടുകളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വീടുകളിൽ. ഇപ്പം ഞാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഈ കണാശ്ശേരി ഭാഗത്ത് വീടുകൾ കയറിയിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ ബാങ്ക് പ്രസിഡന്റ്, മുൻ ബാങ്ക് പ്രസിഡന്റ് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധു മലമ്പുഴയിലെ 3 പേരുടെ വോട്ടുണ്ട്. 3 പേരുടെ വോട്ടാണ്. അപ്പോൾ ഇത് വ്യാപകമായി ഇത്തരത്തിൽ മുൻകൂട്ടി തന്നെ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന കോൺഗ്രസും BJPയും നടത്തിയിരിക്കുന്നു. ഞങ്ങൾ പ്രധാനമായും ഇത് പറയുന്നത്, നിർബന്ധമായും ഇലക്ഷൻ കമ്മീഷനും ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള ഉന്നത അധികാരിയും ഇതിൽ ഇടപെടണം. ഇടപെട്ട് ഈ വോട്ടർമാർ ബൂത്തിലേക്ക് വരുമ്പോൾ ആ വീട്ടിലെ റേഷൻ കാർഡ്, ആ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്തോട്ടെ. വോട്ടറാണ്, അവരുടെ പുതിയ വോട്ടറാണ്. എന്നാൽ ആ വീട്ടിലെ റേഷൻ കാർഡിൽ പേരില്ല, അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ വോട്ടർമാർക്കെതിരെയും കേസ് കൊടുക്കും, നിയമ നടപടി സ്വീകരിക്കും. അത് ഇലക്ഷന് ശേഷമാണെങ്കിലും ഞങ്ങളത് ചെയ്യും. പക്ഷെ നിർബന്ധമായും 2 ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അധികാരികൾ ഇടപെടണം. അല്ലാതിരുന്നാൽ 18-ാം തീയതി, ഈ വരുന്ന 18-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ഞങ്ങൾ നടത്തും. ഈ വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കാൻ പാടില്ലതല്ല എന്നതാണ് CPMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ആവശ്യം. ഈ രൂപത്തിൽ വ്യാപകമായ വ്യാജ വോട്ടർമാരെ ചേർത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അത് അനുവദിക്കാൻ പാടുള്ളതല്ല. ഈ എല്ലാ വോട്ടർമാർക്കെതിരെയും ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, ഇന്നിപ്പോ മനോരമ പത്രത്തിൽ ഒരു വായിക്കാനിടയായി, വ്യാജ വോട്ടർമാർ എന്നത് ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പറയുന്നത് തെളിവ് സഹിതമാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യങ്ങൾ പറയുന്നത്. വസ്തുതാപരമായ കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുന്നത്. തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. VD സതീശൻ അതിൻ്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ജില്ലാ സെക്രട്ടറിയെ മൂക്കിക്കയറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കണ്ട് ഭയക്കുന്ന ഒരാളല്ല. അത് VD സതീശൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. VD സതീശന് കേസ് കൊടുത്താൽ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരാളാണ് എന്നൊന്നും ധരിക്കണ്ട. അതുകൊണ്ടൊന്നും വല്ലാതെ ചൂളിപ്പോകും എന്നൊന്നും സതീശൻ വിചാരിക്കേണ്ട കാര്യമില്ല. സതീശന് ശരിക്കും മനസ്സിലായിട്ടില്ല സുരേഷ് ബാബു എന്ന കമ്മ്യൂണിസ്റ്റിന്. അതുകൊണ്ടാണ് സതീശൻ ഇത്തരത്തിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് കേസ് കൊടുത്തു കളയും, എന്നെ ജില്ലാ സെക്രട്ടറിയെ മൂക്കിക്കയറ്റി കളയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി.